നാം മലയാളികൾ നമ്മുടെ ഭവനങ്ങളും അതിനോട് ചേർന്ന പ്രദേശവും വൃത്തിയായി സംരക്ഷിച്ചു വരുന്നതിൽ മുൻതൂക്കം നൽകുന്നവരാണ്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടേത് എന്നത് മറിച്ച് മറ്റുള്ളവർക്കും നാടിനും വരുന്ന വിപത്തിനെപ്പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. അതെ, ഇന്ന് നമ്മുടെ കൊച്ചു കേരളം അഭിമുഖീകരിക്കുന്ന പ്രധാനമായതും കടമ്പകൾക്ക് അധീനമായതുമായി മാറിയിരിക്കുകയാണ് മാലിന്യ കൂമ്പാരങ്ങൾ. ഇത് അബ്ദുൾ സമദ്. നമ്മുടെ നാടിന്റെ മാലിന്യ കൂമ്പാരങ്ങൾക്ക് പരിഹാരവുമായി ഏത് പരിതസ്ഥിതിയിലും ഉത്ഭവസ്ഥാനത്ത് വച്ച് തന്നെ അവ നിർമ്മാർജ്ജനം ചെയ്യുവാൻ സാധിക്കുമെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് തെളിയിച്ചിരിക്കുകയാണ് ഈ പ്രതിഭാശാലി. സ്വയം പ്രവർത്തനത്തിലൂടെ രൂപകൽപ്പന ചെയ്ത ഇന്റേണൽ ക്രഷർ ഫംഗ്ഷൻ എന്ന ഈ പ്രക്രിയ ചുരുങ്ങിയ ചെലവിൽ സമയത്തിനതീതമായി ലഘുപ്രക്രിയയിലൂടെ ഏതൊരാൾക്കും സാധ്യമാക്കിയിരിക്കുന്ന ഇദ്ദേഹം ഈ രംഗത്ത് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന സമര വിപ്ലവത്തിന്റെ സിദ്ധാന്തത്തിൽ നിന്നും ഇതിലൂടെ മാറ്റത്തിന്റെ വിപ്ലവം ഒരുക്കുകയാണ്. ഇതാണ് ICF 1000. നോർമൽ നമ്മുടെ വീടുകൾക്ക് ഫിറ്റ് ചെയ്യാവുന്ന ഫുഡ് വേസ്റ്റ് ഡിസ്പോസർ. വളരെ സിമ്പിളായിട്ട് ഇത് ഉപയോഗിക്കാം. നമുക്ക് ഇപ്പോൾ വീട്ടിൽ അപ്പോൾ പോരുന്ന വേസ്റ്റ് സിങ്കിലിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ക്രഷ് ചെയ്ത് ഇതിൻ്റെ ഔട്ട്ലെറ്റ് കണക്ട് ചെയ്ത സെപ്റ്റ് ടാങ്ക്. ഇനി നമുക്കിതെങ്ങനെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഇതെങ്ങനെ ഫിറ്റ് ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ്, ഇതിൻ്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇതിൽ നമ്മൾ സിലിക്കോൺ ഇതിന് ചുറ്റിനും ആഡ് ചെയ്യുക. അതിനുശേഷം ഈ വാഷർ ഇട്ട് കൊടുക്കുക. ഇത് സിങ്കിൻ്റെ ഹോളിലേക്ക് ടൈറ്റ് ചെയ്ത് വെക്കുക. അതിനുശേഷം സിങ്കിനോട് ചേർന്നുകൊണ്ട് ഇത് ലോക്ക് ചെയ്ത് വെക്കുക. ഇതാണ് ICF 1000ൻ്റെ ഹൃദയഭാഗം. ഇതിൻ്റെ ബ്ലേഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്യുവർ സ്റ്റൈൻലെസ് സ്റ്റീലിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പവർ കൺസംഷൻ ശരിക്കും വരുന്നത് 1/2 HP ആണ്. നോർമൽ എല്ലാ വേസ്റ്റും, അതായത് ഫുഡ് വേസ്റ്റ് എല്ലാം, ബോൺസ്, മീറ്റ്, എഗ്ഷെല്ല് എല്ലാം ഇതിൻ്റെ അകത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഗ്രൈൻഡ് ചെയ്ത് ഒരു തൈര് രൂപത്തിൽ പുറത്തേക്ക് വരാനുള്ള പവർ ഈ ബ്ലേഡിന് ശരിക്കും ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ഫിറ്റ് ചെയ്യാം. ആദ്യമായിട്ട് ടാപ്പ് തുറക്കുക, അതിൻ്റെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അകത്തേക്ക്. ഇന്ന് നമ്മൾ പാകം ചെയ്യുന്ന ആഹാര സാധനങ്ങളിൽ വരുന്ന വേസ്റ്റ് പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുന്ന ഇവയിൽ പ്ലാസ്റ്റിക് മാത്രമാണ് ക്രഷ് ചെയ്യാൻ സാധിക്കാത്തത്. മറ്റുള്ളവയെല്ലാം പൂർണ്ണമായി ക്രഷ് ചെയ്യുന്ന ഇതിലൂടെ സ്ലറി രൂപത്തിൽ പുറത്തുവരുന്ന അസംസ്കൃത പദാർത്ഥം ഒന്നാം തരം ജൈവവളമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് പറയുന്ന ഇദ്ദേഹം ഇവ ബയോ പ്ലാന്റിലേക്ക് നേരിട്ട് നിക്ഷേപിക്കാനും അല്ലെങ്കിൽ വീട്ടിൽ പ്രത്യേകമായി രൂപകൽപ്പന ചെയ്ത ടാങ്കുകളിലേക്കോ സെപ്റ്റിക് ടാങ്കിലേക്കോ ഘടിപ്പിക്കുകയും ചെയ്യാവുന്ന രീതിയിലുള്ളവയാണ് ഇവ. അതായത് ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. സിങ്കിൽ തന്നെ ഈ മെഷീൻ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടാപ്പ് ഓൺ ചെയ്യുക, വേസ്റ്റ് ഇടുക, ഈ മെഷീൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആ വേസ്റ്റെല്ലാം, നോർമൽ വീട്ടിൽ വരുന്ന എല്ലാ ഫുഡ് വേസ്റ്റുകളും പ്ലാസ്റ്റിക് ഒഴിച്ച്, ബോൺസ്, മീറ്റ്, എഗ്ഷെൽസ്, വെജിറ്റബിൾസ് എല്ലാ വേസ്റ്റും ക്രഷ് ചെയ്തിട്ട് ഇത് നേരെ സിങ്കിലേക്ക് പോകും. സിങ്കിലേക്ക് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇത് ഗ്രൈൻഡ് ചെയ്തിട്ട് പൾവറൈസർ ശരിക്കും വർക്ക് ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്ലറി പോകുന്നത് നേരെ ബയോഗ്യാസ് പ്ലാന്റിലേക്കാണ്. നമുക്കപ്പോൾ ആ ബയോഗ്യാസ് പ്ലാന്റിൽ നിന്ന് ഇതിൻ്റെ ബൈ പ്രോഡക്റ്റ് ആയിക്കൊണ്ട് ബയോഗ്യാസ് നമുക്ക് കിട്ടും. വീടുകൾ പോലുള്ളവയുടെ ഉപയോഗത്തിനായി ICF 1000ഉം ഫ്ളാറ്റുകളും ഹോട്ടലുകളും അടങ്ങുന്ന മറ്റുള്ള ആവശ്യങ്ങൾക്കായി ICF 3000, ICF 5000 എന്നീ മോഡലുകളിലുമായുള്ള ഇവ തീർത്തും സുരക്ഷിതമായി ഏതൊരാൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഒരുക്കിയിട്ടുള്ളത്. ഹോട്ടലിനെ സംബന്ധിച്ച് അവിടെ ഫുഡ് വേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ശരിക്കും അവർക്കൊരു ഇൻകമാക്കി എടുക്കാം ഈ വേസ്റ്റ്. കാരണം ഇതേപോലത്തെ ക്രഷർ ഉപയോഗിച്ചുകൊണ്ട് ഈ ക്രഷ് ചെയ്ത് അവിടെ ബയോഗ്യാസ് പ്ലാന്റ് ഇറക്റ്റ് ചെയ്യുകയാണെങ്കിൽ അവരെ സംബന്ധിച്ച് ഈ 2 സിലിണ്ടർ സ്ഥാനത്ത് അവർക്ക് 1 സിലിണ്ടർ, അവരുടെ ഹോട്ടലുകൾക്ക് 1 സിലിണ്ടർ നോർമൽ നമ്മളുടെ LPG ഗ്യാസും മറ്റുള്ള കാര്യം ഈ പറയുന്ന ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന നമ്മുടെ ബയോഗ്യാസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് വേസ്റ്റ് ഡിസ്പോസ് ചെയ്ത് പോയി.
സെക്കൻഡ് അവർക്ക് ബൈ പ്രോഡക്റ്റ്, അവർക്ക് ഗ്യാസും കിട്ടി. ശരിക്കും അവരെ സംബന്ധിച്ച് ഇൻകമാണത്. അത് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിച്ച് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട് ഡ്രെയിൻ ചെയ്ത് പോകുന്നത്. അത് പൗഡർ പോലെ, പേസ്റ്റ് പോലെയാകും. ശരിക്കും അതിൻ്റെ പ്രോസസ്സ് അങ്ങനെയാണ്. അത് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കിയിട്ട് അത് പോകും. എല്ലാം കൂടെ, ഈവൻ ഹാർഡ് പാർട്ടിക്കിൾസ് വരെ ഇടാം. ഈ ബോൺസ്, ചിക്കൻ ബോൺസ്, അതൊക്കെ ഇടാം. അതൊക്കെ പൊടിഞ്ഞ് ചെറിയ പൗഡർ പോലെ ആയിട്ട് പോകും. വീട്ടിൽ ഫുഡ് സാഗ്രിഗേറ്റ് ചെയ്യുക, അതിൽ കൊണ്ടിടുക. ദാറ്റ്സ് ഇറ്റ്. യൂസർ ഫ്രണ്ട്ലി ആണ് ആൻഡ് ഞങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. വർക്കിംഗ് പീപ്പിളിന് വീട് വളരെ ക്ലീൻ ആണ്. പോകുമ്പോൾ ജസ്റ്റ് ഡിസ്പോസ് ചെയ്തിട്ട് പോയാൽ മതി. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരു മിക്സി വർക്ക് ചെയ്യുന്ന രീതിയിൽ എന്ന് വേണമെങ്കിൽ പറയാം. കുറേയും കൂടെ പവർഫുൾ ആയിട്ടുള്ളൊരു മോട്ടോർ വെച്ചിട്ടുള്ളൊരു മിക്സി വർക്ക് ചെയ്യുക. അപ്പോൾ അതിൽ നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ അനുസരിച്ചിട്ട് തന്നെ നമ്മളൊരു ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടാപ്പിൽ നിന്നുള്ള വെള്ളം കൊണ്ട് വരുന്ന സമയത്ത് വിത്തിൻ നോ ടൈം ആ വേസ്റ്റ് കംപ്ലീറ്റ് വളരെ ഒരു ലിക്വിഡ് ഫോമിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഒരു ടാങ്കിലേക്ക്, ടാങ്ക് മീൻ അടിഭാഗം മണ്ണായിട്ടുള്ള ഒരു ടാങ്കിലേക്ക് നമ്മൾ തുറന്നു വിട്ടേക്കുക. അത് അതിൽ തന്നെ ഇല്ലാണ്ടായി പോവുകയാണ്. ഇത് 28 ഫാമിലി താമസിക്കുന്ന സ്ഥലമാണ്. ഈ 28 ഫാമിലി താമസിക്കുന്ന സ്ഥലത്ത് എനിക്ക് തോന്നുന്നു മോർണിംഗ് 9 o'clock ഒരു ഇൻ ബിറ്റ്വീൻ 8:30 to 9 o'clock നമ്മൾ ഇവിടുത്തെ വേസ്റ്റ് കംപ്ലീറ്റ് തീർക്കുന്നുണ്ട്. പ്രീവിയസ് ഡേയുടെ വേസ്റ്റ് മാർക്കറ്റിൽ ഇറക്കിയിരിക്കുന്ന ICF 1000 എന്ന് പറയുന്ന സാധനം, ആ ഡിവൈസ് ആദ്യം ശരിക്കും കമ്പനി എയിം ചെയ്തിരുന്നത് 10,500 ആയിരുന്നു. ഇന്നിപ്പോൾ അത് നമുക്കൊരു 8,000 രൂപക്ക് മാർക്കറ്റിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഈ പ്രോഡക്റ്റ്. 8,000 രൂപ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഒരു 50% അസോസിയേഷൻ നമുക്ക് കമ്പനിക്ക് പേ ചെയ്യുകയാണെങ്കിൽ എല്ലാ വീടുകൾക്കും കമ്പനി അത് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ തയ്യാറാണ്. കാരണം അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന ഒരു ബിസിനസ് മൈൻഡ് മാത്രമല്ല, ഒരു സോഷ്യൽ വർക്ക് കൂടി അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. കാരണം എല്ലാവരും ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കണം. വേസ്റ്റ് ഉണ്ടാകുന്ന സ്ഥലത്ത് തന്നെ ഡിസ്പോസ് ചെയ്ത് പോകണം. അപ്പോൾ പുറത്തേക്ക് പറയുന്ന പോലെ കിറ്റ് കൊണ്ട് ആളുകൾ പുറത്തേക്ക് പോകലും നിൽക്കും. നമ്മുടെ സിറ്റികളിൽ വേസ്റ്റ് ഇങ്ങനെ കുമിഞ്ഞുകൂടില്ല. ഇങ്ങനത്തെ മുറവിളി കൂട്ടുന്ന പ്രശ്നങ്ങളൊന്നും വരില്ല. അപ്പോൾ നമുക്ക് മാന്യമായ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഡിസ്പോസ് ചെയ്യാൻ ഈ പ്രോഡക്റ്റ് കൊണ്ട് കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. അതെ, അമിത ലാഭത്തിനായി ബിസിനസ് ചെയ്യുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ഒരു പുത്തൻ ദിശാബോധമാണ് ഇദ്ദേഹം പകർന്നു നൽകുന്നത്. ഒപ്പം ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കാനുള്ള പ്രചോദനം.